നമസ്കാരം. ഇപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് വെച്ചാൽ ഈ എബ്രോഡ് MBBS അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ പല തവണ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എബ്രോഡ് MBBS എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോട്ടലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ടോട്ടലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിടുക. പോയി നല്ലോണം പഠിച്ച് പുറത്ത് തിരിച്ച് വന്ന് FMG പാസ്സായി. ഇപ്പോൾ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റേ നെസ്റ്റിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് FMGയും നീറ്റിൻ്റെയും നീറ്റ് PG എക്സാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഒറ്റ എക്സാം എഴുതിയാൽ മതി. സോ ആ എക്സാം എഴുതി നല്ല രീതിയിൽ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ല PG എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ പോയി കഴിഞ്ഞാൽ. പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ആ കുട്ടിക്ക് നല്ലതുപോലെ അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈവൻ FMG തന്നെ പാസ്സാവാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു എനിക്കൊന്ന് ലാസ്റ്റ് ഇയറൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാസിംഗ് പെർസെൻറ്റേജ് ആയിരുന്നു. നമ്മുടെയൊക്കെ പാസ്സാവുന്ന സമയത്ത് 8, 6.5 അങ്ങനെയൊക്കെ ആയിരുന്നു പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയുക. മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് പോകുന്നത്. ഒന്ന് പിന്നും റിപ്പീറ്റ് ചെയ്യും, പിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോഴും 10, 11 വർഷമായിട്ടും FMG പാസ്സാവാത്ത ആൾക്കാരെ എനിക്കറിയാം. 5 വർഷമായിട്ട് പാസ്സാവാത്ത ആൾക്കാരറിയാം. അത് കഴിഞ്ഞ് വേറൊരു കാറ്റഗറി എന്ന് വെച്ചാൽ ഈ ഡിഗ്രിയൊക്കെ ഈ FMG പാസ്സായ കാര്യമല്ല, പാസ്സായി കഴിഞ്ഞാൽ അവർ സ്വന്തമായി ക്ലിനിക്കിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. PG എടുത്ത് പോയ ആൾക്കാരുണ്ട്. പുറത്ത് ജർമ്മനി, UK, US അങ്ങനെ പോയ ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, FMG പാസ്സാവാതെ ഈ പറഞ്ഞ ജർമ്മനിയിലും മറ്റ് രാജ്യങ്ങളിലും ഡോക്ടറായി പോവാന്നൊക്കെ പറയുന്നത് വെറും വെറുതെയാണ്. പേരൻറ്റ് കൺട്രിയിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച രാജ്യത്ത് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു PR വേണം എവിടെയാണെങ്കിലും. എന്നാൽ മാത്രമേ വേറെ രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പോകുന്നതെന്നൊക്കെ അതൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. അത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരാൾ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ അങ്ങനെ ആൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം പ്രോപ്പറായിട്ട് FMG പാസ്സായിട്ട് വേണം വേറെ രാജ്യങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ. അല്ലാതെ വേറെ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് അതിനൊക്കെ MBBS അല്ല അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, +2 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പോകാം. അതല്ലാത്ത കോഴ്സുകൾ എന്ന് വെച്ചാൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഹയർ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ, ഹോം കൺട്രി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിച്ചത് ആ രാജ്യത്തുള്ള രജിസ്ട്രേഷൻ വേണം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക, അത്രയും പറയാനുള്ളൂ. സോ ഈ രാജ്യങ്ങളിൽ ഈ FMG പാസ്സാവാതെ പല രാജ്യങ്ങളിലേക്ക് ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് ജോബ്, അങ്ങനെ പലതരത്തിലുള്ള ജോബുണ്ട്. പിന്നെ ഈ മാനേജ്മെൻറ്റ് ടൈപ്പിലുള്ള ജോബ്, അങ്ങനെയൊക്കെ ജോലി ചെയ്ത് പലരും പോകുന്നുണ്ട്. അത് വേറെ സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ 3 കാറ്റഗറിയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. FMG പാസ്സാവാത്ത ആൾക്കാരുടെ. അപ്പം പലരും ഇതൊന്നും പുറത്ത് പറയാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയാണ്. ഇപ്പം വലിയൊരു ക്രൈസാണ്. അപ്പം നമ്മളൊക്കെ അറിയാം, TV കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്, നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന സെലിബ്രിറ്റീസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഇതിനായിട്ട് ബന്ധപ്പെട്ട് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഫിനാൻഷ്യലി ഗുഡ് ആണെങ്കിൽ മാത്രം പോവുക. പിന്നെ അവർ ഈ പറയുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് പെർ സെമസ്റ്ററാണ്. 6 വർഷമെന്ന് അവർ പറയുന്ന സമയത്ത് അപ്പോൾ 12 സെം വരും. അപ്പം ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഏറ്റവും മിനിമം. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ഏകദേശം ഒരു 3 to 5 ആ റേഞ്ച് ആവും. അപ്പോൾ ഒരു 25 to 30 lakhs ഇതൊക്കെയാണ് ശരിക്കും ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത്. പ്ലസ് പിന്നെ ഉള്ള ഫ്ലൈറ്റ്, പിന്നെ നമ്മുടെ ബാക്കി ഹോസ്റ്റല്, ബാക്കി കാര്യങ്ങൾ, ബുക്ക്, എക്സാം ഫീ, പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യണം എംബസിയിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് ആവും. അപ്പം വലിയൊരു എമൗണ്ട്, ഒരു 30+ lakhs നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ മാത്രം പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 60% എബോവ് നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാം. പിന്നെ ഒരു 40% നിങ്ങൾക്ക് ലോൺ എടുത്ത് പഠിക്കാന്നുണ്ടെങ്കിൽ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ പോവാതിരിക്കുക. കാരണം നിങ്ങൾ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ എടുക്കണ്ടേ. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ. ആ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. കാരണം നാട്ടിൽ തന്നെ ഇപ്പോൾ MBBS സാലറി എന്ന് പറയുന്നത് 45 തൊട്ട് 55, 65 നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, നല്ല രീതിയിൽ ഈ MBBS ഡോക്ടേഴ്സ് സാച്ചുറേറ്റഡ് ആയി. നാട്ടിലെ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും FMG ആയാലും നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ആയി. നിങ്ങൾക്കിപ്പോൾ ഒരു GPക്കൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ ഒരു GPക്കൊക്കെ നോക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പം നോക്കുന്നവർക്ക് അറിയാൻ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല രീതിയിൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ക്ലിനിക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശമാണ്, ട്രിവാൻഡ്രം കൊല്ലം ബോർഡറുള്ള സ്ഥലം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എനിക്ക് അടുത്ത് പോകാവുന്ന ഒരു
ചെറിയൊരു സിറ്റി പ്രദേശമുണ്ട്, മെയിൻ സിറ്റി അല്ല, ചെറിയൊരു സിറ്റി. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു. ഇന്നലെ പുതിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഒരു വിങ്ങും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു ഹോസ്പിറ്റലും കൂടെ, വാത്സല്യ അങ്ങനെ എന്നൊരു പേര് പറഞ്ഞിട്ട്. അതിൽ ജനറൽ മെഡിസിൻ, ഡെർമ, പീഡ്സ്, ഗൈനക്ക്, ഓർത്തോപീഡിക്സ് ഉൾപ്പെടെ എല്ലാ സൗകര്യവും ഉണ്ട്. ഇത്രയും MD ഡോക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെയൊക്കെ സ്ഥലം എന്ന് വെച്ചാൽ വളരെ ഒരു എന്താ പറയുക, ചെറിയൊരു വില്ലേജ് സ്ഥലമാണ്. അവിടെ വരെ ഇത്തരത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 3, 4 വരിക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പെട്ടിക്കണക്കായി. അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലിയാണ്. ഗവൺമെൻറ് ജോലി, കേരളത്തിലെ ഗവൺമെൻറ് ജോലിയുടെ അവസ്ഥയും ഞാൻ പറയാതെ തന്നെ അറിയാം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാവരും ഗവൺമെൻറ്റിലേക്ക് മാറി എന്നുള്ള കഥ പറയുന്നത്. എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പം ശരിക്കും പരീക്ഷ എഴുതി പാസ്സായി ഗവൺമെൻറ്റിലേക്ക് കയറാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം കയറേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇനി ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ പോകുന്നവരെ സംബന്ധിച്ചോളം. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെ പോകും എന്നുള്ളതാണ്. ഇപ്പം ഏജൻറ്റ് വരെ നിങ്ങൾക്ക് ഒരു മുക്കിൽ ഇപ്പോൾ ഇപ്പം ഒരു 10 ഏജൻറ്റ് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അപ്പം ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻ ഏജൻറ്റിനെ പിടിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് മെയിനായിട്ടുള്ള വെച്ചാൽ സബ് ഏജൻസികളാണ്. മെയിൻ ഏജൻറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള, നമ്മൾ ഈ പുറത്ത് പഠിക്കുന്ന വെച്ചാൽ ഇന്ന് തുടങ്ങിയല്ല, വർഷങ്ങളായിട്ടുണ്ട്. അപ്പം പല ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് വലിയ ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ വലിയ ഏജൻസികളുണ്ട് പണ്ട് തൊട്ടേ ഉള്ളത്. അപ്പോൾ അവരുടെ സബ് ഏജൻറ്റുമാരാണ് മെയിൻലി ഇപ്പം കേരളത്തിലും അല്ല നമ്മൾ വിളിക്കുമ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അവർ സബ് ഏജൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, ഡയറക്റ്റ് ഏജൻ്റ് അല്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വലിയ ഏജൻറ്റ്, ഞാൻ ഈ ആദ്യം പറഞ്ഞ വലിയ ഏജൻറ്റ് പല യൂണിവേഴ്സിറ്റികളിലേക്കും 3-4 വർഷത്തേക്കുള്ള പാതി സീറ്റ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് സീറ്റ് അവർ ആൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കും, ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടേക്കും. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സബ് ഏജൻറ്റുമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെയും സബ് ഏജൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥ ഞാൻ പറഞ്ഞുതരാം. 2021 മറ്റോ ആണ്, കോവിഡിൻ്റെ മുന്നേ 20 മറ്റോ ആണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ഡൽഹിയിൽ ഞാൻ വർക്ക് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ ഒരു മെയിൻ ഏജൻറ്റ് എന്നെ അന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സൗത്ത് സൈഡിലേന്ന് കുട്ടികളെ കൊണ്ടുവന്ന ഇപ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം ഒരു 25-30 ഒക്കെ വെച്ച് കമ്മീഷൻ കിട്ടുമെന്നൊക്കെ പറയാം. അന്ന് പിന്നെ കോവിഡ് ആയിരുന്നു. പറഞ്ഞാൽ എനിക്ക് ആ പ്ലാൻ ഉണ്ടായിരുന്നു ചെയ്യാവുന്ന രീതിയിൽ, എന്നുവെച്ചാൽ ഏറ്റവും മിനിമം ആയിട്ട് നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിടുന്ന രീതിയിൽ. പക്ഷേ പിന്നെ അത് കോവിഡ് വന്നു, പിന്നെ അത് ടോട്ടലി ഇതായി. അവർക്ക് പിന്നെ പോകാൻ പറ്റിയില്ലല്ലോ ആ ഒരു കോവിഡ് 2 വർഷം. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ആ കോൺടാക്റ്റ് വിട്ടു. അപ്പോൾ പിന്നെ അതിനുശേഷം അല്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പ്രൊമോഷൻ്റെ രീതിയിലുള്ള, അത് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് കാരണം എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇപ്പം മെയിൻ ഏജൻറ്റുമാരുടെ നമുക്ക് പ്രൊമോഷൻ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഈ സബ് ഏജൻറ്റുമാരെ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ആൾറെഡി നമുക്കറിയാം ഇത് വലിയൊരു ബിസിനസ്സാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കണക്കല്ല, ഒരു 20,000 സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിൽ MBBS പഠിക്കാൻ പോകുന്നുണ്ട്. അവരിൽ നിന്ന് മിനിമം നമുക്കറിയാം ഈ 25,000 രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കും സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീ, ട്രാൻസ്ലേഷൻ ഫീ, ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആഡ് ആണല്ലോ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല, സ്വന്തം എടുക്കേണ്ടി വരും. പിന്നെ വിസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഏകദേശം ഒരു $2,000 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അതിൽ പാതി പോലും സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ആവത്തില്ല. അത് ഒരു തവണ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിസ എടുക്കാന്ന് വെച്ചാൽ വളരെ ഈസിയുള്ളൊരു കാര്യമാണ്, അല്ലാതെ വലിയൊരു സംഭവമൊന്നുമല്ല. എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് അന്ന് മൗറീഷ്യസിൽ നിന്നും വേറെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഡയറക്റ്റ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് വന്നവരാണ്, ഏജൻസി ഇല്ലാതെ വന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എല്ലാ യൂണിവേഴ്സിറ്റികളും. ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ നെതർലാൻഡിൽ പോകണം, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോകണം. അവിടെയൊന്നും ഏജൻസികൾ ഇപ്പോൾ ഇല്ല. അമേരിക്കയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ബാക്കി അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജിനകത്ത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അവർ പറയുന്ന എല്ലാ എന്താ പറയുക ക്രൈറ്റീരിയാസും നമ്മൾ ഫുൾഫിൽ ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്, പോകുന്നത്. ഇവിടെ സംഭവിക്കുന്നു പറയുന്നത് ഈ പറയുന്ന ഞാൻ പറഞ്ഞ ബിഗ് ഫിഷ് ഉണ്ടല്ലോ, വലിയ മെയിൻ ഏജൻറ്റ്, അവർ ഈ പറയുന്ന സീറ്റുകൾ പലതും ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ഈ പോകുന്ന ആരെങ്കിലും ഇപ്പോൾ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് അഡ്മിഷൻ 2025 അഡ്മിഷൻ നോക്കുക. അഡ്മിഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം യു കാണ്ട് അപ്ലൈ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈവൻ അപ്ലൈ ചെയ്താൽ അതിന് റിപ്ലൈയോ എന്തോലും വരത്തില്ല. കാരണം ആൾറെഡി ആ സീറ്റൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള സീറ്റൊക്കെ ആൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അത് ഏജൻറ്റ്, അവർ സബ് ഏജൻറ്റ് വരെയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്.
അപ്പം ഇത് നല്ലതാണോ അല്ലെങ്കിൽ ബാഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ഒരു പുതിയൊരു അവസരമാണിത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കും. നമുക്ക് ടൈം അല്ലെങ്കിൽ മണി വേസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസ് എന്ന് പറയുന്നത് മൈന്യൂട്ടായിട്ടുള്ള ഇറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് വിസയുടെ കാര്യങ്ങളാണെങ്കിലും യൂണിവേഴ്സിറ്റി കാര്യങ്ങളാണെങ്കിലും പലതാണെങ്കിലും അത് ട്രാൻസ്ലേഷൻ ചെയ്യണം, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എവിടെ പോയി ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ചെറിയൊരു ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് പോയി പഠിക്കാം. അതിനൊരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. അതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഡയറക്റ്റ് ഈ പറയുന്ന വലിയ ഡയറക്റ്റ് ഏജൻറ്റുമാരെ കണ്ടുപിടിക്കുക. അവർ മുഖാന്തരമാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഏജൻറ്റ് ഫീസ് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ പാതി അങ്ങനെയൊക്കെ ആവും. പിന്നെ വേറെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വഴി, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങളെ കോൺടാക്ട് ചെയ്താലും അത്യാവശ്യം നല്ല കോൺടാക്റ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ, അവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു സീറ്റ് 2 സീറ്റൊക്കെ എടുക്കാൻ പറ്റും. അതും ഈ പറയുന്ന ഏജൻറ്റ് ഫീ, ഇപ്പം നമ്മൾ നാട്ടിൽ കൊടുക്കുന്ന ഏജൻറ്റ് ഫീയുടെ പാതി കൊടുത്താൽ മതിയായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ എബ്രോഡ് പഠനം എന്ന് വെച്ചാൽ വലിയൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഒരു ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ വർഷം 20,000 സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പല രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. 20,000. അതിൽ നിന്ന് 1 ലക്ഷം വെച്ചിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാണ് എത്ര കോടി രൂപയാണെന്ന്. മലയാളത്തിൽ ഇപ്പോഴത്തെ സിനിമകളുടെ കളക്ഷൻ്റെ അത്രയും വരും. സോ അത്രയും വലിയൊരു എന്താ പറയുക ബിഗ് ബിസിനസ്സാണ് എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ, MBBS എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലാക്കുക. ഇപ്പോൾ പലരും ഞാൻ ആലോചിക്കുകയാണ്, ഈ പറയുന്ന ഏജൻറ്റ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഏജൻറ്റോട് സംസാരിച്ചു. ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, എങ്ങനെയാണ് അവിടെ പഠനം നടക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ. അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ സംസാരിച്ച വ്യക്തിയെ സംബന്ധിച്ചോളം. അവർ പറയുന്നത് വെച്ചാൽ നാട്ടിലുള്ള കാര്യങ്ങളാണ്. എത്ര രൂപ വേണം, വിസയ്ക്ക് ഇത്ര രൂപ വേണം, ഫ്ലൈറ്റ് ഇത്ര രൂപയാവും, നിങ്ങൾ പഠിക്കുന്നതിന് ഇത്ര രൂപയാവും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കടാവറൊക്കെ കടാവർ എനിക്കൊന്ന് കൊടുക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി അവർ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പഠിച്ച സ്ഥലത്തും നമുക്കും കടാവർ കൊടുക്കുമായിരുന്നു. അനാട്ടമി ഫസ്റ്റ് ഇയർ സമയത്ത് ഒരു 5 or 6 ഗ്രൂപ്പ് ഉള്ളവർക്ക് ഒരു ബോഡി കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ചോദിച്ച മിക്കുള്ളിടത്തും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് സ്പെസിഫിക് ആയിട്ടാണ് ഇവരിത് പറയുന്നത്. കടാവർ കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ ഫുഡ് കിട്ടും. ഒന്ന് ആലോചിച്ചോണം, ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് കേരള ഫുഡ് അല്ല. പലർക്കും സംശയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മുടെ ഫുഡ് അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാല്, ചോറ്, പിന്നെ എന്തെങ്കിലും ഒരു കറി, നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഫ്രൈ കണക്കൊരു കറി, ഇതിനെയാണ് ഇന്ത്യൻ ഫുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയെന്ന് പറയുന്നത് വിശ്വസിക്കരുത്, തെറ്റാണ്. പിന്നെ ഇന്ത്യൻ പ്രൊഫസേഴ്സ് വന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നത് പലയിടത്തും പല രീതിയിലുണ്ട്. ചിലയിടത്ത് ഈ നമ്മുടെ ഈ നീറ്റ് PGയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്കൽറ്റീസ് വന്നിട്ട് അവരെ സ്പെഷ്യലായിട്ട് ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റുഡൻസ് ചെയ്യുന്നതാണ്. പിന്നെ പല യൂണിവേഴ്സിറ്റികൾ ചിലവരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് പഠിപ്പിക്കുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യൻ ഡോക്ടേഴ്സിനെ, PG കഴിഞ്ഞ ഡോക്ടേഴ്സിനെ അവരെ റിക്രൂട്ട് ചെയ്ത് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജോലിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു വന്നിട്ടുണ്ടായിരുന്നു, എങ്ങും എത്തിയിട്ടില്ല, അത് ഞാൻ നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇന്ത്യയിൽ പുറത്ത് പഠിച്ചിട്ട് ഇന്ത്യയിൽ വന്നിട്ട് PG ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പല രാജ്യങ്ങളിലും പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ചില എക്സാമും കാര്യങ്ങളൊക്കെ പാസ്സാവണം, ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിയുള്ള. സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ബേസിക്കലി. പിന്നെ എൻ്റെ പേഴ്സണൽ ഇപ്പോൾ ആരെങ്കിലും ഇത് ചോദിക്കുകയാണ് എവിടെയാണ് ഏറ്റവും നല്ലത് പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പറയും. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ +2 സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലായിരുന്നു. കാരണം ജർമ്മനിയിൽ എന്ത് കുഴപ്പം ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി. അപ്പം നമുക്ക് അവിടെ MBBSഉം പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് PG നമുക്ക് ഇഷ്ടമുള്ളത്, ഇവിടുത്തെ കണക്ക് നീറ്റ് PGക്ക് ടോപ്പ് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ റേഡിയോളജി എടുക്കുക, അങ്ങനെയല്ല. അവിടെ എന്ന് വെച്ചാൽ നമ്മളെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ അത് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ അതിലെത്രത്തോളം നിങ്ങൾക്ക് ടോപ്പിക്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ വെച്ചാൽ അങ്ങനെയാണ് എടുക്കുന്നവർ. അപ്പോൾ അവിടെ നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് തരുന്നു. നമ്മൾ അവിടെ എത്ര വർഷത്തെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഭാഗത്ത് PG ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം. അത് നല്ല സാലറിയിൽ. ഇപ്പം PG സമയത്തൊക്കെ ഏകദേശം ഒരു 4.5 അറൗണ്ട് 4.5 ഒക്കെ നമുക്ക് സ്റ്റൈഫൻഡായിട്ട് കിട്ടും PG സമയത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, PG സമയത്ത് 4.5 ആണെങ്കിൽ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസൾട്ടൻറ്റ് ആ രീതിയിലൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അതാണ് ജർമ്മനി. എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് എബ്രോഡ് MBBSൽ ഏറ്റവും നല്ല സ്ഥലം പഠിക്കാന്ന് വെച്ചാൽ ജർമ്മനിയാണ്. കാരണം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ വന്ന് FMG പാസ്സാവേണ്ട ആവശ്യമില്ല, നീറ്റ് PGയുടെ ആവശ്യമില്ല,
ഫിനാൻഷ്യലിൻ്റെ ഒരു പ്രശ്നവുമില്ല. യൂറോപ്പിൻ്റെ ആയത് ജീവിക്കുകയും ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാം. അതുപോലെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകാം, തൊട്ടടുത്തോട്ടുള്ള വേറെ പല രാജ്യം, ലക്സംബർഗ് ആണെന്ന് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഡോക്ടേഴ്സിന്, അവിടെ പോകാൻ പറ്റും. അങ്ങനെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്യാം, പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാം. പല ഉപയോഗമുണ്ട് ജർമ്മനി പോയി കഴിഞ്ഞാൽ. അതിപ്പം ജർമ്മനിയിൽ ഡോക്ടറായിട്ട് മാത്രമല്ല, നേഴ്സായിട്ട് പോകാം, ഫിസിയോതെറാപ്പി ആയിട്ട് പോകാം, മെഡിക്കൽ ഫീൽഡ് ബന്ധപ്പെട്ട് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് ഏതെടുത്ത് പോകാം നിങ്ങൾക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും നല്ല ലൈഫായിരിക്കും. ഇപ്പം നേഴ്സുമാർക്ക് 2.5 3 ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എത്ര അവർക്ക് ശമ്പളമൊന്നും അവിടെ. എന്തായാലും 2.2 to 3 ലാക്ക് അറൗണ്ട് അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു, ബേസിക് ആയിട്ട്. എനിക്ക് തുടങ്ങുന്ന ഒരു ബിഗിനേഴ്സിന്. അത് കഴിഞ്ഞാൽ എത്രത്തോളം എത്തുന്നുള്ള കാര്യം എനിക്ക് വലിയൊരു അറിവില്ല ആ ഒരു മേഖലയിൽ, ഐ മീൻ നേഴ്സിങ് ആ ഒരു പാർട്ടിലേക്ക്. സോ എന്തായാലും നല്ല, എനിക്കൊന്നു ഈ ലോകത്ത് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ ഫീൽഡിന് ഏറ്റവും പറ്റിയ രാജ്യങ്ങളിൽ ഒന്ന് ഇപ്പം ജർമ്മനിയാണ്. യൂറോപ്പിലോട്ട് പോകാനാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം. കാരണം വലിയൊരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളും അവിടെ നിന്നില്ല ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, സാഹചര്യം നോക്കുമ്പോൾ. അപ്പോൾ അതാണ് അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം അമേരിക്കയിലൊക്കെ പോകാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ അവർ പല ഹോസ്പിറ്റലിലും ഒരു ആപ്ലിക്കേഷൻ പോലും നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ക്ലറിക്കൽഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ MBBS പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് US പല ഹോസ്പിറ്റലിലും പോകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതിനുള്ള യോഗ്യത വേണം. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തീസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, നമുക്ക് നല്ല പ്രോജക്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ക്ലറിക്കൽഷിപ്പിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഒബ്സർവേഷൻഷിപ്പ് കണക്ക് ചെയ്യാൻ പറ്റും, അവർ നോക്കി കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇപ്പം നിർത്തി എന്നാണ് പറയുന്നത്. പല ഹോസ്പിറ്റലും ഇൻറ്റൻഷനലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് അവർ ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ ഈ എബ്രോഡ് MBBS പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുള്ള ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനാണെങ്കിൽ എബ്രോഡ് MBBS പഠിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ജർമ്മനിയിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, ഫിനാൻഷ്യലി ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ PG ലൈഫ് വരെ എല്ലാ ലൈഫും അവിടെ സെറ്റിൽഡായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നല്ല രീതിയിൽ. ബാക്കി രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം വെച്ചില്ല, നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ UK പോകാനാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ AMC ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ സുഖമായിട്ട് ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ആകാൻ പറ്റും. അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചിട്ട് PGക്ക് ജർമ്മനി പോകുന്നതിന്. രണ്ടോ പഠിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരൻ തന്നെയാണ്, തെലുങ്കിൽ നിന്നൊക്കെ വന്ന കുട്ടികളാണ്, 2-3 പേരുണ്ടായിരുന്നു. ആ 3 പേരും ഇപ്പം ജർമ്മനിയിലാണ് മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അവരവിടെ PG സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അവിടെ PG സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പം അതിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനൊരു ഏജൻ്റ് അല്ല, ഇതുവരെയായിട്ട് ഏജൻ്റ് ആയിട്ടില്ല. ഏജൻ്റ് ആവോ ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരു ഡയറക്റ്റ് ഏജൻ്റായിട്ട് എനിക്കൊന്ന് ടോപ്പായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് അങ്ങനെ ക്യാഷിന് വേണ്ടിയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഹെൽപ്പിങ് അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ക്വയറീസ് ആണ്, നിങ്ങൾ ഉദ്ദേശിക്കണമല്ല. ഞാൻ അവസാനം മെയിൽ വരെ മാറ്റേണ്ടി വന്നു ഈ നീറ്റ് UGയുടെ ക്വയറീസ് വന്ന കാരണം. എനിക്കൊന്നു എത്ര സ്റ്റുഡൻസ് ഒക്കെ എനിക്കൊന്ന് നാട്ടിൽ പഠിക്കുന്നതും പുറത്ത് പഠിക്കുന്നതും 2 ക്വയറീസും ഉണ്ടായിരുന്നു. നാട്ടിലാണെങ്കിൽ ഒരു 65-85 ലക്ഷം രൂപയുടെ പാക്കേജാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇനി നാട്ടിൽ പഠിക്കുന്ന ഏജൻസിയുടെ ആവശ്യമില്ല, എല്ലാം MCCയുടെ സൈറ്റിലാണ് നടക്കുന്നത്. അപ്പം ഏജന്റിന് കൊണ്ട് ക്യാഷ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 3-4 ലക്ഷം രൂപ ഏജന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകില്ല. NRI സീറ്റ് ആണെങ്കിൽ കാര്യം നടക്കും, അല്ലാതെ മാനേജ്മെന്റ് സീറ്റ് അങ്ങനെയല്ല. ലാസ്റ്റ് ഇയറിന്റെ PDF നോക്കിയിട്ട് ആ റാങ്കും കിട്ടുന്ന കോളേജും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അതനുസരിച്ച് ഇത്തവണ മാനേജ്മെന്റ് കോട്ട കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഒരുപാട് ക്വയറീസ് ആണ് എനിക്ക് വന്നത്. അവസാനം ഞാൻ മെയിൽ മാറ്റേണ്ടി വന്നു. എല്ലാ ചോദ്യങ്ങളും എനിക്കൊന്ന് NEET PG എന്ന് മാറി, ഇപ്പം NEET UG ആയിട്ട് മാറി. മെയിനായിട്ട് ചോദ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന